1 കൊരിന്ത്യർ അതിന്റെ 9-ാം അധ്യായം അതിന്റെ 24 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? അപ്പം പൗലോസ്ലീഹ ഇവിടെ ഈ ക്രിസ്തീയ ഓട്ടത്തെ ഒരു ഓട്ടക്കളത്തിലുള്ള ഓട്ടത്തോട് കമ്പയർ ചെയ്യാത്ത എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടമാണ്. There is a race. ആ ഓട്ടം എതിനോട് കമ്പയർ ചെയ്തിരിക്കുക എന്ന് വെച്ചാൽ ഓട്ടക്കളത്തിൽ ഓടുന്നവരോട്, അത്ലറ്റിക്സിൽ, റണ്ണിങ്ങിൽ ഓടുന്നവരോട് അത് കമ്പയർ ചെയ്തിരിക്കുക പൗലോസ്ലീഹ. ദൈവവചനം അതിനെ കമ്പയർ ചെയ്തിരിക്കുക. അപ്പൊ ഓട്ടക്കളത്തിൽ ഒത്തിരി പേര് ഓടുന്നുവെങ്കിലും ഒരാൾ മാത്രമേ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ. എന്നിട്ട് പൗലോസ്ലീഹ പറയുക, ഓടാൻ വേണ്ടി ഓടിയിട്ട് കാര്യമില്ല, ബിരുദ് പ്രാപിക്കാൻ വേണ്ടി ഓടണം. അപ്പം ഓടാൻ വേണ്ടി ഓടുന്നവനും ബിരുദ് പ്രാപിക്കാൻ വേണ്ടി ഓടുന്നവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ ബിരുദ് പ്രാപിക്കാൻ വേണ്ടി ഓടുന്നവൻ ഒരു വ്യത്യാസമുണ്ട്. അതാണ് താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്നത്. 25 തൊട്ടുള്ള വാക്യത്തിൽ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 9:25. അംഗം പോരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പം ഈ അത്ലറ്റിക്സിലുള്ള ഒരാള്, സ്പോർട്സിലുള്ള ഒരാള്, അവര് പല കാര്യത്തിലും വേണ്ട എന്ന് പറഞ്ഞ് അവര് അതിനെ വർജിക്കുന്നു, അതിനെ വേണ്ട എന്ന് വെക്കുന്നു. പൗലോസ്ലീഹ പറയാ, അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസി താൻ ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തി എങ്ങനെ ചിലതിനെ വേണ്ട എന്ന് വെക്കുന്നോ അതുപോലെ താൻ വേണ്ട എന്ന് വെച്ചാൽ മാത്രമേ തനിക്ക് ഈ ഓട്ടത്തിൽ ഓടാൻ സാധിക്കത്തുള്ളൂ. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഒളിമ്പിക്സിനകത്ത് ഓടുന്നവരെയൊക്കെ കാണുമ്പോൾ, ആ പ്രൈസ് വിൻ ചെയ്യുന്നവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ആ ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്യുന്ന ആളിനെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. എന്നാൽ അവരന്ന് ഒരു ദിവസം വന്ന് ഓടിയതല്ല ആ ഓട്ടം. അവരെത്രയോ വർഷങ്ങളായി ഓരോ ദിവസവും അവരതിനു വേണ്ടി ശീലിക്കുക, അവര് പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവര് പലതിനെയും വേണ്ടെന്ന് വെക്കണം. അതിരാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുന്നവൻ, അവൻ അതിരാവിലെ എഴുന്നേക്കുന്ന ഒരു ഡിസിപ്ലിൻ അവനുണ്ട്. എല്ലാ ഫുഡും അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും അവർ വർക്കൗട്ട് ചെയ്യണം, എല്ലാ ദിവസവും അവർ എക്സസൈസ് ചെയ്യണം, എല്ലാ ദിവസവും അവർ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസവും ഒളിമ്പിക്സ് 4 വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ. പക്ഷെ 4 വർഷത്തിൽ ഒരിക്കൽ ഒളിമ്പിക്സ് വരുമ്പോൾ ഓടാൻ പോയാൽ ഓട്ടം നടക്കത്തില്ല. എല്ലാ ദിവസവും അതിനു വേണ്ടി ശീലിക്കുന്നവനാണ്. ഇന്നും 100 മീറ്റേഴ്സ് റേസിന്റെ റെക്കോർഡ് ഉസൈൻ ബോൾട്ടിന്റെ കയ്യിലാണ്. അദ്ദേഹത്തിന്റെ റെക്കോർഡ് ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു റേസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാണുവാനായിട്ട് ഇടയായി. ആദ്യത്തെ റേസിൽ അദ്ദേഹത്തെക്കാൾ 2-3 പേര് മുന്നിൽ പോവുക. അദ്ദേഹത്തിന് പ്രൈസ് കിട്ടിയില്ല. പക്ഷേ വർഷങ്ങളായി താൻ പരിശീലിച്ച് താന് അതിൽ മുന്നോട്ട് വന്നെന്ന് മാത്രമല്ല, താൻ ചെയ്ത റെക്കോർഡ് ഇന്നും ആ റെക്കോർഡ് നിലനിൽക്കുകയാണ്. ആ റെക്കോർഡിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ട്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം ഒരു ദിവസം കൊണ്ട് ഓടിയ ഓട്ടമല്ല, ഓരോ ദിവസവും അതിനു വേണ്ടി പരിശീലിക്കുകയും പലതിനെയും വർജിക്കുകയും അച്ചടക്കത്തോടെ ചിലതിനെ ചെയ്യുന്നത് കൊണ്ടും വേണം. നിങ്ങൾ ഈ അത്ലറ്റിക്സിലുള്ളവരെ, സ്പോർട്സിലുള്ളവരെ എല്ലാവരും നോക്കിയേ, അവരെല്ലാ ദിവസവും ഒരേ കാര്യമാണ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് ഡിസിപ്ലിൻ. ഒരേ കാര്യം എല്ലാ ദിവസവും വിടാതെ ചെയ്യുന്നതിന്റെ പേരാണ് ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം. തോന്നുന്നത് ചെയ്യുന്നതല്ല ഡിസിപ്ലിൻ.
ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് അത്യാവശ്യം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അത്യാവശ്യമുള്ള കാര്യം മാസത്തിൽ ഒരിക്കലോ വർഷത്തിൽ ഒരിക്കലോ തോന്നുമ്പം ചെയ്യുന്നതുവനല്ല റേസിൽ ജയിക്കുന്നത്. തോന്നിയാലും തോന്നിയില്ലേ. സ്പോർട്സിലുള്ളവരെ നിങ്ങൾ നോക്കിയാൽ കാണാം, ജിമ്മിൽ അഭ്യാസം ചെയ്യുന്നവരെ നിങ്ങൾക്ക് കണ്ടാൽ കാണാം, മഴയാണേലും വെയിലാണേലും അവര് രാവിലെ എഴുന്നേക്കും, അവർ ഓടാൻ പോകും, അവർ വർക്കൗട്ട് ചെയ്യും. അവർക്ക് ഒരിക്കലും അത് മടിയില്ലാത്തത് കൊണ്ടോ അവർക്ക് ക്ഷീണം ഇല്ലാത്തത് കൊണ്ടോ അല്ലെ കുറച്ചുകൂടെ നേരം ഉറങ്ങിയ കൊള്ളാമെന്ന് അവർക്ക് തോന്നാത്തത് കൊണ്ടോ ഒന്നുമല്ല. പക്ഷെ അവര് ഒരു ദിവസം പോലും വിടത്തില്ല. നമുക്ക് 1 കൊരിന്ത്യർ 9-ാം അധ്യായം 25 തൊട്ട് തന്നെ വായിക്കാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. വാടുന്ന ഒരു കിരീടത്തിന് വേണ്ടി അവരത്രയും ഡിസിപ്ലിൻ ആചരിക്കുന്നുണ്ടെങ്കിൽ പൗലോസ്ലിയ പറയാ, നാമോ വാടാത്ത ഒരു കിരീടത്തിന് വേണ്ടി എത്രമാത്രം നമ്മൾ വർജിക്കണം, എത്രമാത്രം നമ്മൾ ഡിസിപ്ലിൻ ആചരിക്കണം, എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. കൃപ പഠിപ്പിച്ച പൗലോസ്ലിയ തന്നെയാണ് ഡിസിപ്ലിനും പഠിപ്പിച്ചത്. അപ്പൊ കൃപയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ ഒരു ജീവിതമല്ല. കൃപയിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഉള്ള ഒരു ജീവിതം. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഒരിക്കലും വിജയിക്കത്തില്ല പ്രിയപ്പെട്ടവര്. വ്യക്തിപരമായ ജീവിതത്തിലെ ഡിസിപ്ലിനെ ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളാണ് നിങ്ങളുടെ ബോസ്. നിങ്ങളെ നിയന്ത്രിക്കാൻ വേറെ ആരുമില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്നതാണ് സെൽഫ് ഡിസിപ്ലിൻ അഥവാ സെൽഫ് കൺട്രോൾ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലം വായിക്കുന്നിടത്ത് ഒരു ഫലം സെൽഫ് കൺട്രോൾ എന്നാണ്. സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം. നമ്മുടെ ശരീരം ഓരോന്ന് പറയും, ഇങ്ങനെ ചെയ്, അങ്ങനെ ചെയ്, ഇതിലേ പോ, അതിലേ പോ, ഇന്നിപ്പം കുഴപ്പമില്ല, ഇന്നിപ്പം എന്നാ പ്രാർത്ഥിക്കാനാ. പക്ഷേ ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം പറയുന്നതിനെ അനുസരിക്കുകയല്ല, എന്റെ ആത്മാവ് എന്താണോ ആവശ്യപ്പെടുന്നത് അതിന് ഞാൻ എന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നതാണ് അച്ചടക്കം. സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ അതാണ്. വാടുന്ന കിരീടത്തിന് ഒരു മനുഷ്യൻ ഇത്രയും അച്ചടക്കം പാലിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാടാത്ത കിരീടം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവൻ എത്രയധികം തന്റെ ജീവിതത്തിൽ അച്ചടക്കം പാലിക്കണം. നമുക്ക് അടുത്ത വാക്യം വായിക്കാം. അതേ 9-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണം അല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. അപ്പം നിശ്ചയമില്ലാത്ത ഓട്ടം എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഇല്ലാത്ത ഓട്ടമാണ്. ലക്ഷ്യമില്ല. എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, പോകുന്നു, വരുന്നു, ജോലിക്ക് പോകുന്നു, സ്കൂളിൽ പോകുന്നു, വരുന്നു, എന്നേലുമൊക്കെ ചെയ്യുന്നു. നോ നോ നോ. ക്രിസ്തീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. വിശ്വാസ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഒരു സ്പോർട്സിലുള്ളവൻ ഓരോ ദിവസവും തന്റെ 4 വർഷം കൂടുമ്പോൾ വരുന്ന ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തന്റെ ശരീരത്തിൽ അഭ്യാസം വേണ്ടിയെന്നുള്ളത് അത് താൻ കൊടുക്കുമ്പോൾ നിത്യമായുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തി എത്രയധികം താൻ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് പൗലോസ്ലിയ പറയുന്നത്, ഞാൻ ചുമ്മാ കാറ്റത്ത് ബോക്സിങ് ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്, ഞാന് ലക്ഷ്യത്തോടെയാ ഓടുന്നത്.
ലക്ഷ്യത്തോടെയാണ് ഞാൻ ഡിസിപ്ലിൻ ചെയ്യുന്നത്. എങ്ങനെയാ ഡിസിപ്ലിൻ ചെയ്യുന്നത്? അടുത്ത വാക്യം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. 9-ാം വാക്യം. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവർക്ക് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ എന്നെ ഡിസിപ്ലിൻ ചെയ്തില്ലെങ്കിൽ പ്രസംഗിച്ച വ്യക്തി വരെ കൊള്ളരുതാത്തവനായി കൊള്ളാത്തവനായി പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് ഐ കൻ ബിക്കം എ കാസ്റ്റ് അവേ, തള്ളപ്പെട്ടവനായി, കൊള്ളാത്തവനായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്ന പൗലോസ്ലിയ പറയുകയാണ്, പ്രസംഗിക്കുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വർജനമില്ലെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഞാൻ തള്ളപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് പൗലോസ്ലിയ പറയുമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര അധികം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിന് വില കൊടുക്കുകയും വിശ്വാസ ജീവിതത്തിന് വില കൊടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഞാൻ വീണ്ടും പറയാം, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എവ്രി ഡേ. തോന്നിയാലും തോന്നിയില്ലേലും ചെയ്യുന്നതാണ് അച്ചടക്കം, വർജനം. ചിലതിനെ വർജിക്കണം. അപ്പം പൗലോസ്ലിയക്ക് അത് പേടിയുള്ളതാണെന്ന് താൻ പറയാ, താന് കൊള്ളരുതാത്തവനായി ആകാതെ ഇരിക്കാൻ താൻ എന്നാ ചെയ്യുന്നത്? നമുക്ക് വായിക്കാം. 27 ഒന്നുകൂടെ നമുക്ക് മുഴുവനായി വായിക്കാം. 1-27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക എന്ന് പറഞ്ഞാൽ, ശരീരത്തിന് ഒരിക്കലും ആത്മീകമായ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മൂല്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് അത് കോപ്പറേറ്റ് ചെയ്യത്തില്ല. ഇന്ന് ഞാൻ അപ്പൻ അനുവദിച്ചാൽ ക്രിസ്തീയ ജീവിതത്തിന്, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് അച്ചടക്കം പാലിക്കേണ്ട 7 കാര്യങ്ങൾ ഞാൻ വചനത്തിൽ നിന്ന് പറയാൻ പോകും. അത് ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ വേണം. അത് പാസ്റ്ററുടെ ജീവിതത്തിലല്ല, ദേവദാസന്റെ ജീവിതത്തിലല്ല. അവരുടെ ജീവിതത്തിൽ ഇതില്ലെങ്കിൽ അവരും കൊള്ളരുതാത്തവരായി പോകുമെന്ന് പൗലോസ്ലിയ പറയുക. പക്ഷെ അത് കൊള്ളരുതാത്തവനായി പോകാതെ ഇരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എൻ്റെ ശരീരം പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാതെ, എൻ്റെ ആത്മാവ് പറയുന്നത് അനുസരിപ്പിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കീഴ്പ്പെടുത്തുന്നതാണ് അച്ചടക്കം. അതുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജയകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാകത്തുള്ളൂ, ഇനി വരാനുള്ള ലോകത്തും ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോവുക 7 കാര്യങ്ങൾ, 7 important things. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ താൻ പെർമനന്റ് ആയിട്ട്, റെഗുലർ ആയിട്ട് താൻ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതല്ല ഡിസിപ്ലിൻ. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എനിക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും. ചിലർ പറയും എനിക്ക് മൂഡില്ല, മൂഡുണ്ടേലും ഇല്ലേലും. എങ്ങനെയാണെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് ഇത് പ്രസംഗിക്കാൻ ആളുമില്ല, ഇത് കേൾക്കാൻ ജനങ്ങൾക്ക് വലിയ താല്പര്യവുമില്ല. ബിക്കോസ് ദൈവം എല്ലാം ചെയ്തുകൊള്ളും എന്ന് പറയുമ്പോഴത്തേക്കിന് സന്തോഷം. പക്ഷെ ദൈവവചനം പറയുക, വാടുന്ന ഒരു കിരീടത്തിന് വേണ്ടി ഒരുത്തൻ പലതിനെയും വർജിക്കുന്നുണ്ടെങ്കിൽ വാടാത്ത കിരീടം പ്രാപിക്കേണ്ടിയ നാം എത്ര അധികം നമ്മുടെ ജീവിതത്തിൽ പലതിനെയും വർജിക്കുകയും അനുദിനം ചിലതിനു വേണ്ടി നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തെ ഡിസിപ്ലിൻ ചെയ്യേണ്ട ആവശ്യം. ഞാൻ വീണ്ടും പറയാം, ഈ പറയുന്ന 7 കാര്യങ്ങൾ
വചനത്തിന്റെ അടിസ്ഥാനത്തിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു വിശ്വാസ ജീവിതത്തിൽ ഇതില്ലാതെ ഒരിക്കലും ഒരാൾക്ക് ജയകരമായ ഒരു ജീവിതം ഉണ്ടാകത്തില്ല. യേശു പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. എല്ലാം ദൈവവചനത്തിലുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. പലതും എടുക്കാം, പക്ഷെ ഞാൻ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ആദ്യം മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ചിലത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷണൽ അല്ല, അത് വർഷത്തിൽ ഒരിക്കൽ ചെയ്യാനുള്ളതും അല്ല, അത് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ പറയുന്നതിൽ മിക്കവാറും എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ചിലത് മേ ബി എവറി വീക്ക് നമ്മൾ ചെയ്യേണ്ടതാണ്. ബൈബിൾ അങ്ങനെയാ പറയുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 2, 3, 4 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ ഞാൻ ആ യേശു പറഞ്ഞ ഓർഡറിൽ തന്നെ ഞാൻ അതിനെ എടുക്കുക. യേശു പറഞ്ഞ ഓർഡറിൽ തന്നെ ഞാൻ എടുക്കുന്നതിന്റെ കാരണം യേശു പറഞ്ഞത്, അതുകൊണ്ട് ആ ഓർഡർ മാറ്റേണ്ട ആവശ്യമില്ല. യേശു പറയാ, നിങ്ങൾ കൊടുക്കുന്നവരായിരിക്കണം. ഒന്നാമത്തെ കാര്യം കൊടുക്കുന്നവരായിരിക്കണം. അവിടെ വചനം പറയാ, 6-ാം അധ്യായം അതിന്റെ 2, 3, 4 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വായിക്കാം നമുക്ക്. 6-ാം അധ്യായം അതിന്റെ 2, 3, 4 വാക്യങ്ങൾ വായിക്കാം. സുവിശേഷം 6-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയാതെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നവനെ പിതാവ് മാനിക്കും. നിങ്ങൾ കൊടുത്താൽ എന്നല്ല യേശു പറഞ്ഞു, നിങ്ങൾ കൊടുക്കുമ്പോൾ എന്നാ യേശു പറഞ്ഞു. when you give alms എന്നാ വചനം പറയുന്നത്. കൊടുക്കുന്നത്, വിശ്വാസി എന്ന് പറയുന്നവൻ കൊടുക്കുന്നവനാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിസിപ്ലിൻ. അത് കൊടുക്കാൻ മനസ്സുണ്ടോ, കൊടുത്താ നടക്കുവോ, കിട്ടിയാ കൊടുക്കാം എന്നുള്ളതൊന്നുമല്ല. കൊടുക്കുക എന്നുള്ളത് അവൻ ഡിസിപ്ലിൻ ചെയ്യാത്തിടത്തോളം കാലം അവന്റെ ജീവിതത്തിൽ ഒരിക്കലും കൊട നടക്കത്തില്ല. ഗിവിങ്ങിനെ കുറിച്ച് ഒത്തിരി നമുക്ക് കേൾക്കാം, നല്ല പ്രസംഗമാണെന്നും പറയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഗിവിങ്ങിനെ കുറിച്ച് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും കൊടുക്കുന്നവരായി തീരാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴേലും കിട്ടുമ്പോ കൊടുത്തോളാം, ഇല്ല, ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല. അത് എന്റെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ആകാത്തിടത്തോളം കാലം ഒരിക്കലും കൊടുക്കാൻ സാധിക്കത്തില്ല. എന്റെ ജീവിതത്തിൽ കൊടുക്കുക എന്ന് പറയുന്നതിന് ഞാൻ ഒരു ഡിസിപ്ലിൻ വെച്ചിട്ടുണ്ട്. ആ ഡിസിപ്ലിൻ അനുസരിച്ച് അത് ആദ്യമേ തീരുമാനിച്ചത് സെഗ്രിഗേറ്റ് ചെയ്ത് ബാക്കി മാറ്റിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്റെ ജീവിതത്തിൽ എന്റെ കൊടുക്കാനുള്ള സ്റ്റെപ്സ് തുടങ്ങിയ കാലം തൊട്ട് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിച്ചത്. നമുക്കൊരു വാക്യം വായിക്കാം. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. 1 കൊരിന്ത്യർ 16:2 വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 16:2. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തന്റെ പക്കൽ വെച്ചുകൊള്ളണം. ആ വാക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും. ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, എല്ലാ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ദൈവവേലയ്ക്ക് കൊടുക്കാനുള്ളത് മാറ്റിവെക്കണം. വചനം പറയുന്ന ഇറ്റ്സ് എ ഡിസിപ്ലിൻ. ആരേലും പറയുമ്പോ അല്ലെ ആരേലും വരുമ്പോ അല്ലെ ആരേലും ചോദിക്കുമ്പോ അതല്ല. എല്ലാ ആഴ്ചയിലും 1-ാം ദിവസം ദൈവത്തിന് വേണ്ടിയുള്ളത്
മാറ്റി വെക്കണം എന്ന് ദൈവവചനം പറയുന്നു. അപ്പം എല്ലാ ആഴ്ചയിലും അതൊരു അച്ചടക്കമായി അത് പ്രവർത്തിക്കുന്നവന്റെ ജീവിതത്തിൽ അതിന്റെ അനുഗ്രഹം ഉണ്ടാകും. യേശു പറഞ്ഞു, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന. അതേ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. യേശു പറഞ്ഞു, നിങ്ങൾ പരസ്യത്തിൽ ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നതിലല്ല. പരസ്യത്തിൽ പരീശന്മാര് പ്രാർത്ഥിക്കുമ്പം അവര് മറ്റുള്ളവർ കേൾക്കാനാ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ യേശു പറഞ്ഞു, നിങ്ങളോ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അറയിൽ കിടന്ന് കതകടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കും. നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ നിങ്ങളെ കാണുന്ന പിതാവ് പരസ്യത്തിൽ നിങ്ങളെ മാനിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിന്റെ ഓക്സിജനാണ്. എല്ലാ ദിവസവും ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും. യേശു പറഞ്ഞില്ല നിങ്ങളോ പ്രാർത്ഥിച്ചാൽ എന്നല്ല പറഞ്ഞു, നിങ്ങളോ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് വെച്ചാൽ പ്രാർത്ഥന അത്യാവശ്യമാണ്. കൂട്ടായ്മ പ്രാർത്ഥനയുടെ കാര്യമല്ല യേശു പറയുന്നത്. വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം എല്ലാ ദൈവമക്കൾക്കും വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഡിസിപ്ലിൻ വിച്ച് എ ബിലീവർ ഹാസ് ടു ഫോളോ, ആൻഡ് ദിസ് ഈസ് എവറി ഡേ. എല്ലാ ദിവസവും ഒരു സമയം യേശുവിന്റെ കൂടെ മാറ്റിവെക്കണം. രഹസ്യത്തിൽ തനിയെ പിതാവുമായി സംസാരിക്കുന്ന ഒരു സമയമാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അവനെ പരസ്യമായി മാനിക്കും. യേശു ഇത് പറഞ്ഞ യേശുവിന്റെ ജീവിതം നിങ്ങൾ സുവിശേഷങ്ങളിൽ വായിച്ചു നോക്കിക്കേ. യേശു അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, യേശു പകല് പ്രാർത്ഥിച്ചു, യേശു സായാഹ്ന വേളകളിൽ പ്രാർത്ഥിച്ചു. ഇതെല്ലാം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. യേശു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹി ഹാഡ് എ പ്രയർ ലൈഫ് എവറി ഡേ. ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഞാനിത് സങ്കടത്തോടെയാ പറയുന്നത്. ഇന്ന് പ്രാർത്ഥന ജീവിതത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കാറില്ല. നീ പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പ്രസംഗിച്ചില്ലേലും പ്രസംഗങ്ങളെല്ലാം ഏകദേശം ആ ഒരു ലൈനപ്പിലാ പോകുന്നത്. പക്ഷെ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഓരോ ദിവസവും വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതമില്ലാത്ത ഒരു വ്യക്തി ഒരിക്കലും ക്രിസ്തീയ ജീവിതത്തിൽ ജയകരമായ ഒരു ജീവിതം നയിക്കത്തില്ല. ഒരിക്കലും. സാക്ഷാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശു എല്ലാ ദിവസവും താൻ പ്രാർത്ഥിച്ചു എങ്കിൽ നിങ്ങളും ഞാനും എമ്മാത്രം. പ്രാർത്ഥനയാണ് നമ്മളുടെ സ്പിരിച്വൽ എക്സസൈസ്. നമ്മളെ ദൈവത്തിൽ നിന്ന് നമ്മളെ ബിൽഡ് ചെയ്തത്, ദൈവവുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ വളർത്തുന്നത് പ്രാർത്ഥനയിൽ കൂടെയാണ്. Without a relationship, you can never have a successful Christian life. Every day, ഞാൻ വീണ്ടും പറയാം, എല്ലാ ദിവസവും ഒരു സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം, അതേ ഓർഡറിൽ ഞാൻ പറയുകയാണ്. മത്തായി സുവിശേഷം 6:14-15 പറയുക, ക്ഷമിക്കണം. ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു അച്ചടക്കമായിരിക്കും. ഇറ്റ് ഷുഡ് ബി എ ഡിസിപ്ലിൻ. പ്രാർത്ഥന പവർഫുൾ ആകണോ? ക്ഷമിക്കുക എന്ന് പറയുന്നത് ഓപ്ഷണൽ അല്ല, ക്ഷമിക്കണം. ക്ഷമിച്ചാൽ മാത്രമേ പ്രാർത്ഥന പവർഫുൾ ആകത്തുള്ളൂ. ക്ഷമിക്കുക എന്ന് പറയുന്നതും പ്രാർത്ഥന എല്ലാ ദിവസമാണെന്ന് പറയുന്നത് പോലെ തന്നെ ക്ഷമിക്കുക എന്ന് പറയുന്നതും എല്ലാ ദിവസവുമാണ്. ഒരു ദൈവ പൈതലിന് കയ്പ് വെക്കാനോ പക വെക്കാനോ ഉള്ള അവകാശമില്ല. യേശുവോട് പറയാ, നിങ്ങള് ക്ഷമിക്കുന്നത് പോലെ ദൈവവും ക്ഷമിക്കും. ക്രിസ്തുവിൽ നമ്മളെ ഒന്നും നോക്കാതെ ക്ഷമിച്ച് അംഗീകരിച്ചത്.
അങ്ങനെയാണെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോടും നമ്മൾ ക്ഷമിക്കും. ക്ഷമ ഓപ്ഷണൽ അല്ല. എല്ലാ ദിവസവും രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആ ദിവസം നിങ്ങൾ ക്ഷമിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചിരിക്കണം. അതൊരു ഡിസിപ്ലിൻ ആയിരിക്കണം. പക വർജിക്കണം, കയ്പ് വർജിക്കണം. ഒരു വിശ്വാസിക്ക് പറ്റിയതല്ല അത്. അതൊരു ഡിസിപ്ലിനാണ്. ഒരു അത്ലറ്റിക്സിലുള്ള ഒരാള്, ഓട്ടത്തിലുള്ള ഒരാള്, അവര് ചില ആഹാരം കഴിക്കത്തില്ല, അവര് സ്വീറ്റ് കഴിക്കത്തില്ല, അവര് ചില ആഹാരങ്ങൾ അവർ വർജിക്കും. എന്തുകൊണ്ടാ? അവരുടെ ശരീരത്തിൽ വണ്ണം അത് കൂട്ടും, അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ ആ പർട്ടിക്കുലർ അവരാഗ്രഹിക്കുന്ന കാര്യത്തിൽ സ്പീഡ് കിട്ടത്തില്ല. അതുകൊണ്ട് അവരതിനെ വർജിക്കും. അതുപോലെ ഒരു വിശ്വാസി വർജിക്കേണ്ട കാര്യമാണ് പക, കയ്പ്, വിദ്വേഷം. We don't have a right to keep bitterness in our heart. എല്ലാ ദിവസവും, ഞാൻ വീണ്ടും പറയാം, എല്ലാ ദിവസവും ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ അച്ചടക്കമായിരിക്കണം. അച്ചടക്കം, ഡിസിപ്ലിൻ. രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ മനസാക്ഷി ക്ലിയർ ആയിരിക്കണം. ഒരാളോടും പക പാടില്ല, ഒരാളോടും വൈരാഗ്യം പാടില്ല. ക്ലിയർ ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഒരു ദിവസം അങ്ങനെ ഒരു പ്രയാസം തോന്നുന്നുണ്ടോ? അതിനാണ് പ്രാർത്ഥന, അതിന് സഹായിക്കും. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യത്തെ സഹായിക്കും. എല്ലാ ദിവസവും അപ്പനുമായിട്ട് ബന്ധമുള്ള ഒരുത്തന് ക്ഷമിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ. എല്ലാ ദിവസവും അപ്പനുമായിട്ട് സംസർഗമുള്ള ഒരുത്തനെ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റത്തില്ല. ഈ പ്രാർത്ഥനയും ക്ഷമിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഞാൻ ഒരു ദിവസം ഇത് അപ്പന്റെ സന്നിധിയിൽ ഇരുന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു മനോഹരമായ ദർശനം അപ്പൻ കാണിച്ചു. ഞാന് മിക്കവാറും എല്ലാ സിറ്റികളിലും ഈ ഗാർബേജ് എല്ലാ ദിവസവും എടുക്കാനായിട്ട് അവിടെ ബോക്സസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ബോക്സിൽ നമ്മുടെ ഗാർബേജ്, നമ്മുടെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ലോറി വരും. ഈ ബോക്സ് അത് പൊക്കിയെടുത്ത് അതിനകത്തോട്ട് ആ വേസ്റ്റ് എല്ലാം മറിച്ചിട്ട് ആ ബോക്സ് തിരിച്ചു വെച്ചിട്ട് പോകും. അത് സിറ്റിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആ ബോക്സുകളുണ്ട്, വലിയ വലിയ ബോക്സുകൾ. അപ്പൊ എല്ലാ ദിവസവും വീടുകളിലുള്ള വേസ്റ്റ് മൊത്തം അതിനകത്ത് ഇടും. അതെടുത്ത് എല്ലാ ദിവസവും രാവിലെ വന്ന് ഇത് ക്ലിയർ ചെയ്യും. അപ്പൊ ഈ വേസ്റ്റ് ഇടുക എന്ന് പറയുമ്പോൾ ആ ബോക്സിനകത്ത് തലേദിവസം രാത്രി ആയിരിക്കും മിക്കവാറും പേര് കൊണ്ടുവന്ന് ഇടുന്നത്. പക്ഷെ ആ വേസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിനൊരു ബാഡ് സ്മെല്ല് കാണും. പക്ഷെ എല്ലാ ദിവസവും രാവിലെ വന്ന് അവരത് ക്ലിയർ ചെയ്യും. എന്നോട് പരിശുദ്ധാത്മാവ് ചോദിച്ച ഒരു ചോദ്യമാണ്, മോനെ, ഇതിനകത്ത് വേസ്റ്റ് ഇട്ടിട്ട് അടുത്ത ദിവസം രാവിലെ ആ വണ്ടി വന്ന് അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കും? ആ വേസ്റ്റ് പിന്നെയും കൂടും. എന്നോട് ചോദിച്ചു, രണ്ടാമത്തെ ദിവസം അത് എടുത്തില്ലല്ലോ, മൂന്നാമത്തെ ദിവസം എടുത്തില്ലല്ലോ. ആ വേസ്റ്റ് നിറഞ്ഞ്, ആ കുപ്പ നിറഞ്ഞ് അതവിടെ താഴെ കിടന്ന് മണത്തിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കാര്യ അത് തന്നെയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാത്തവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരുത്തന്റെ ജീവിതത്തില് അവന്റെ ജീവിതത്തിലുള്ള ആവശ്യമില്ലാത്ത ബാഗേജ് എല്ലാം അന്നത്തെ ദിവസം അത് ക്ലിയർ ചെയ്യും. ആവശ്യമില്ലാത്ത, നമ്മൾ ലോകത്ത് ജീവിക്കുമ്പം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു വേസ്റ്റ് ആയിട്ട് വന്ന് വീഴാൻ സാധ്യതയുണ്ട്. ചിലരോട് സംസാരിക്കുമ്പോൾ അല്ലെ ചില കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ സങ്കടം ഉണ്ടാകും, നമുക്ക് പ്രയാസം ഉണ്ടാകും. ചിലർ പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. ചിലപ്പോൾ നമ്മൾ ചിലരോട് ദേഷ്യപ്പെട്ടെന്നിരിക്കും. ഇതെല്ലാം ഒരു ദിവസം നടന്നാലും ആ അടുത്ത ദിവസത്തിന് മുന്നേ ആയിട്ട് പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാം, ഈ വേസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്യും പരിശുദ്ധാത്മാവ്. വേസ്റ്റ് മൊത്തം ക്ലിയർ ചെയ്യും. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം 1:20 പറയുന്നത്, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസത്തിൽ വളരാം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പം അവൻ വിശ്വാസത്തിൽ വളരും. യേശു പറഞ്ഞതാ, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചാ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും യേശുവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം.
പ്രസംഗിക്കുന്നവരോടല്ല ഞാൻ ഈ പറയുന്നത്, ഓരോ ദൈവ പൈതലിനോടുമാണ് ഞാൻ പറയുന്നത്. 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലേ എന്നാണ് യേശു ചോദിച്ചത്. 1 മണിക്കൂറെങ്കിലും യേശുവിന് വേണ്ടി നമ്മൾ കൊടുക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവന് 3-ാമത്തെ കാര്യം ചെയ്യാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും. 4-ാമത്തെ കാര്യം ഉപവാസം. അതേ മത്തായിയുടെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങളിൽ അവിടെ യേശു പറയാണ്, ഉപവാസം അത്യാവശ്യമാണ്. നിങ്ങളോ ഉപവസിക്കുമ്പോൾ, നമുക്ക് ആ വാക്യം വായിക്കാം. 6:17-18 വായിച്ചു. മത്തായി 6:17-18 വാക്യങ്ങൾ. നീയോ ഉപവസിക്കുമ്പോൾ നീയോ ഉപവസിച്ചാലെന്നല്ല എഴുതിയിരിക്കുന്നത്, നീയോ ഉപവസിക്കുമ്പോൾ. ഉപവാസം ക്രിസ്തീയ ജീവിതത്തിന്റെ ഡിസിപ്ലിനാണ്. ഒരു ഭൂതം ബാധിച്ച ഒരു മകനെ അപ്പൻ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർക്ക് അതിനെ പുറത്താക്കാൻ സാധിക്കാതെ ഇരുന്നപ്പോൾ യേശു വന്നു അതിനെ പുറത്താക്കി. അവർ യേശുവിനോട് ചോദിച്ചു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് പുറത്താക്കാൻ സാധിച്ചില്ല? യേശു പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസം കാരണം, നിങ്ങളുടെ അല്പവിശ്വാസം കാരണം. എന്നിട്ട് യേശു പറഞ്ഞത് അതിന്റെ മരുന്ന് എവിടെയായിരിക്കുന്നത്? ഇത് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇത് പോകത്തുള്ളൂ. ഈ ഭൂതം പോകണമെങ്കിൽ, അത്രയും വിശ്വാസം നിനക്ക് വർദ്ധിക്കണമെങ്കിൽ, ആ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നിനക്ക് ഉപവാസം അത്യാവശ്യം. പ്രാർത്ഥനയുടെ കൂടെ ഉപവാസവും കൂടെ എടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഒരു നേരമെങ്കിലും, ഒരു ദിവസം ഒരു നേരമെങ്കിലും ഉപവാസം എന്ന് പറയുന്നതിനെ ഒരു ഡിസിപ്ലിൻ ആക്കണം. നിങ്ങൾക്ക് വർഷത്തിൽ 40 ദിവസം ഉപവസിക്കാൻ പറ്റുന്നു, അല്ലെ 21 ദിവസം ഉപവസിക്കാൻ പറ്റുന്നു, ഒക്കെ ചെയ്യുന്നവർ വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ പറയുന്ന ഏറ്റവും കുറഞ്ഞത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഉപവസിക്കുക എന്നുള്ളതിനെ ഒരു ഡിസിപ്ലിൻ ആക്കണം. മരുന്ന് കഴിക്കുന്നവർ കാണുമായിരിക്കും, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ടേ ചെയ്യാവുള്ളൂ. പക്ഷെ അല്ലാതെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, ആരോഗ്യം ദൈവം തന്നിരിക്കുന്ന ദാനമാണ്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഈവനിങ് വരെ ഉപവസിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും അതിനെ ഒരു ഡിസിപ്ലിൻ ആക്കണം. എന്നാലേ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് നടക്കത്തില്ല. എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസം, അല്ലെ എല്ലാ വ്യാഴാഴ്ചയും ഉപവാസം, അല്ലെ എല്ലാ വെള്ളിയാഴ്ചയും. ഇന്ന ദിവസമൊന്നുമില്ല, ഏത് ദിവസം വേണമെങ്കിലും എടുക്കാം. ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം ഉപവസിക്കുക. അന്നത്തെ ദിവസം പ്രാർത്ഥനയിൽ ചെലവാക്കാൻ പറ്റുന്ന സമയം പ്രാർത്ഥനയിലും ചെലവാക്കുക. നിങ്ങൾ ജോലിക്ക് പോകുന്നെങ്കിലും ഉപവസിക്കണം. ജോലിക്ക് പോകുന്നവരും ബിസിനസ്സിന് പോകുന്നവരും ഉപവസിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് എത്രയോ ഉപവാസങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ഉപവാസമാണ് എന്നെ ബിൽഡ് ചെയ്തത് ക്രിസ്തീയ ജീവിതത്തിൽ. യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം നിങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ പറ്റാത്ത. വിശ്വാസം എപ്പോഴാ വർദ്ധിക്കുന്നത്? പ്രാർത്ഥനയിലും ഉപവാസത്തിലും പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം, ഉപവസിക്കാനൊന്നും ഭയങ്കര മൂടൊന്നും വരത്തില്ല കേട്ടോ. നാളെ തൊട്ട് നമുക്കങ്ങ് ഉപവസിച്ചേക്കാം, അങ്ങനെ ഒന്നും ഒരുത്തർക്കും മൂട് വരാൻ പോകുന്നില്ല. തിന്നാൻ നല്ല മൂട് വരും. 5-ാമത്തെ കാര്യം ദൈവവചന വായന. സങ്കീർത്തനം 1-ന്റെ 1, 2, 3 വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും വേണം. രാവും പകലും യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഫലം കായ്ക്കും, അവന് ഒരു കുറവും വരത്തില്ല. ദൈവവചനം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണമാണ്. യേശുവിനെ പരീക്ഷിക്കാൻ വന്ന പിശാചിനോട് യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പത്താൽ മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു ഓരോ വചനത്താലും അവൻ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നു. എഴുതപ്പെട്ട വചനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രസംഗം കേട്ടത് കൊണ്ടൊന്നും പോരാ. എഴുതപ്പെട്ട വചനം നിങ്ങൾ വായിക്കുകയും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ഒരിക്കലും ജയകരമാകത്തില്ല. പ്രസംഗിക്കുന്നവർക്ക് ഇഷ്ടമുള്ളത് പ്രസംഗിച്ചു പോവും, കേട്ടിരിക്കുകയും ചെയ്യും. പക്ഷെ ദൈവവചനം വായിക്കുന്ന, അതും എല്ലാ ദിവസവും ദൈവവചനം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനം പഠിക്കണം. ആ ദൈവവചനം നമ്മളെ വളർത്തും, നമ്മുടെ ജീവിതത്തെ വളർത്തും. യേശു 3 തന്റെ ടെംപ്റ്റേഷനിലും താൻ പറഞ്ഞതും 3 പ്രാവശ്യവും പറഞ്ഞത്
വചനമാ പറഞ്ഞത്, എഴുതപ്പെട്ട വചനം. വചനമായവനാ ആ നിൽക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമായവൻ മാംസമായി വന്ന് നിൽക്കുമ്പോൾ, പിശാച് പരീക്ഷിക്കുമ്പോൾ, ഞാൻ ആ വചനമെന്നല്ല പറഞ്ഞത്, എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് താൻ എഴുതപ്പെട്ട വചനത്തെ പറഞ്ഞെങ്കിൽ, അപ്പൊ എഴുതപ്പെട്ട വചനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ്, വചനമായവനെ ഞങ്ങൾക്ക് അറിയാം, പിന്നെ വചനത്തിന്റെ ആവശ്യം എന്നതാ. ഈ ബൈബിള് അപ്പം വെറുതെയാണോ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്? വചനമായവൻ എന്താ പറഞ്ഞത്? എഴുതിയിരിക്കുന്നു എന്ന് വചനമായവൻ പറഞ്ഞെങ്കിൽ, വചനമായവൻ ഭൂമിയിൽ മാംസമായി വന്നപ്പോൾ അവൻ എഴുതപ്പെട്ട വചനത്തെയാ അവൻ പിശാചിനെ ജയിക്കാൻ ഉപയോഗിച്ചെങ്കിൽ, നിങ്ങളും ഞാനും എത്ര അധികം എഴുതപ്പെട്ട വചനം വേണം? എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എവ്രി ഡേ യു ഷുഡ് ഹാവ് an association with the word of God. ദൈവവചനം എല്ലാ ദിവസവും. 6-ാമത്തെ കാര്യം, മത്തായി 6:33, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടെ സകലതും കൂടെ ചേർക്കപ്പെടും. എല്ലാ ദിവസവും എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവരാജ്യമായിരിക്കും. എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി യേശു ആയിരിക്കും. എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ ആത്മാവിന്റെ കാര്യമായിരിക്കണം. അതൊരു ഡിസിപ്ലിനായിട്ട് ഒരുത്തന്റെ ജീവിതത്തിൽ എന്ന് വരുന്നോ, അവൻ മാത്രമേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും. ആവശ്യമുള്ളപ്പോൾ എല്ലാം ദൈവരാജ്യം തേടുവിൻ എന്ന് യേശു പറഞ്ഞില്ല. മുൻപേ സീക്ക് ye first. അതൊരു ഡിസിപ്ലിനാണ് നമ്മുടെ ജീവിതത്തിൽ. എല്ലാ ദിവസവും എന്റെ ജീവിതത്തിൽ എന്റെ ആദ്യത്തെ സമയം യേശുവിന്, എന്റെ ഏറ്റവും ബെസ്റ്റ് സമയം യേശുവിന്. ദൈവരാജ്യത്തിന്റെ കാര്യത്തിന് ഞാൻ ആദ്യത്തെ പ്രാധാന്യം കൊടുത്തിട്ട് ബാക്കി കാര്യത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ. ഞായറാഴ്ച സഭായോഗത്തിനാണ് ആദ്യത്തെ സ്ഥാനം, ബാക്കി ഒന്നിനും സ്ഥാനമില്ല. ദൈവം രാജ്യം എന്ന് പറയുന്നു, ദൈവവചനം എന്ത് പറയുന്നു, അതിനാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതൊരു ഡിസിപ്ലിൻ ആകുന്നവന്റെ ജീവിതത്തിൽ മാത്രമേ അവൻ ജയകരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. 7-ാമത്തെ കാര്യമാണ്, ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങളും ഏകദേശം എല്ലാവർക്കും ഒരിക്കലെങ്കിലും നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യമാണ്. 7-ാമത്തെ കാര്യം, ഞാനിത് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെയും കൂടെ പഠിച്ച കാര്യമാണ്. ഈ 6 കാര്യവും കൃപയാൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എനിക്ക് പലതും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും, ആ 7-ാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ഇറ്റ്സ് എ ഡിസിപ്ലിൻ. ഞാനും പയ്യെ ആ ഡിസിപ്ലിനിൽ കയറിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. ഞാനും ഇത് 100% ആയിട്ടില്ല. 7-ാമത്തെ കാര്യമാണ് ഉറക്കം. നമ്മൾ പലപ്പോഴും ഉറക്കത്തെ നെഗറ്റീവായിട്ടാ ചിന്തിക്കുന്നത്. ഇല്ല, എല്ലാ ദിവസവും ഒരു വിശ്വാസിക്ക് ഉറക്കം വളരെ അത്യാവശ്യമാണ്. മനുഷ്യന് ഉറക്കം വളരെ അത്യാവശ്യം, അതുകൊണ്ട് വിശ്വാസിക്കും ഉറക്കം വളരെ അത്യാവശ്യം. അതുകൊണ്ടാണ് സങ്കീർത്തനം 127:2 പറയുന്നത്, നിങ്ങൾ നന്നാ രാവിലെ എഴുന്നേൽക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും പ്രവർത്തിക്കുന്നതും വൃഥാവത്രേ, എന്റെ പ്രിയനോ അത് അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാ മലയാളം ബൈബിളില്. ഇംഗ്ലീഷ് ബൈബിൾ അത് പറയുന്നത്, ഹി ഗിവ്സ് ഹിസ് ബിലവഡ് സ്ലീപ്പ്. തന്റെ പ്രിയന് താൻ ഉറക്കം കൊടുക്കുന്നു. ദൈവത്തെ സംബന്ധിച്ച് റെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പം നമ്മൾ ഇംബാലൻസ്ഡ് ആകുന്നു, അത് നമ്മുടെ ഒരു ഡിസിപ്ലിൻ. ഈ ഒരു ഡിസിപ്ലിൻ എനിക്കും ഇല്ലാത്തതായിരുന്നു. പക്ഷെ എന്റെ ജീവിത അനുഭവങ്ങളിൽ ചിലതിൽ കൂടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഉറക്കം വളരെ അത്യാവശ്യ പ്രിയപ്പെട്ടവര്. അത് രാത്രി തന്നെ ഉറങ്ങണം. അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സമയം. രാത്രിയിൽ നമ്മുടെ ഉറക്കത്തെ ക്രമീകരിക്കണം. അതൊരു ഡിസിപ്ലിൻ ആകണം. ഉറങ്ങാതെ ഇരുന്നാൽ പല ഭവിഷ്യത്തുകളും ഉണ്ട്. ആ ഭവിഷ്യത്തുകളെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും രാത്രി നമ്മുടെ ഉറക്കത്തെ നമ്മൾ ക്രമീകരിക്കണം. ഞാന്
രാത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആയിരുന്നു എനിക്ക് കൂടുതലുള്ള. ഇപ്പോഴും എനിക്കത് മുഴുവൻ മാറിയിട്ടില്ല. രാത്രിയിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് എല്ലാം പീസ്ഫുൾ ആണ്. അതായിരിക്കും അതിന്റെ ഒരു കാരണം. പക്ഷെ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചതാ, രാത്രിയിൽ ഉറങ്ങണം. രാത്രിയിൽ കറക്റ്റ് സമയത്തിന് ഉറങ്ങണം. അതിന് ഒത്തിരി അനുഗ്രഹമുണ്ട്. ഞാനൊരു വാക്യം കൂടെ വായിക്കാം. മർക്കോസ് ചെയ്ത സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശുശ്രൂഷ ചെയ്യുന്നവരോടുവാ ഞാൻ ഈ പറയുന്നത്, ശുശ്രൂഷകരോടുവാ പറയുന്നത്, ജോലി ചെയ്യുന്നവരോടുവാ പറയുന്നത്. യേശു റെസ്റ്റിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമുക്കത് വായിക്കാം. മർക്കോസ് 6-ന്റെ 30-31. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30-31 വാക്യങ്ങൾ. പിന്നെ അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തതും ഉപദേശിച്ചതും എല്ലാം അറിയിച്ചു. അപ്പൊ അവരുടെ മിനിസ്ട്രി റിപ്പോർട്ട് കൊടുത്തു. അവര് വന്നിട്ട് പറഞ്ഞു, മിനിസ്ട്രി ഇങ്ങനെ ഇങ്ങനെ നടന്നു, അവരുടെ ശുശ്രൂഷ ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പം യേശു റിപ്പോർട്ട് കേട്ടതിന് ശേഷം യേശു ചെയ്യുന്നതാണ്. വായിച്ചേ. 6-ാം അധ്യായം 31 വാക്യം മർക്കോസിന്റെ സുവിശേഷം. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലായക കൊണ്ട് അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ആശ്വസിച്ചു കൊള്ളുവിന്ന മലയാളം ബൈബിൾ. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ടേക്ക് റെസ്റ്റ്. അപ്പം വരുന്നവരും പോകുന്നവരും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. യേശു പറഞ്ഞില്ല, ദേ ഇവരെ എല്ലാം നോക്കി അവർക്കെല്ലാം പ്രാർത്ഥിക്കും, അവരോടെല്ലാം ഇരുന്ന് സംസാരിക്കും. അത് വളരെ അത്യാവശ്യമല്ലേ. ഇപ്പൊ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാ വന്ന്, ശുശ്രൂഷയൊക്കെ കഴിഞ്ഞതാ, പക്ഷെ വേണ്ട ആൾക്കാരൊക്കെ വരുന്നു, എല്ലാം കഴിക്കുകയും വേണ്ട, കിടക്കുകയും വേണ്ട, റെസ്റ്റ് എടുക്കുകയും വേണ്ട, അങ്ങ് ശുശ്രൂഷ ചെയ്തോ എന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. പ്രിയപ്പെട്ടവർ, അവരെ ഏകാന്ത സ്ഥലത്തിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അവരോട് പറഞ്ഞു കഴിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. റെസ്റ്റ് വളരെ അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവർ. യേശു അക്കരയ്ക്ക് പോവാന്ന് പറഞ്ഞ് കപ്പലെ കയറി പോയപ്പോൾ നമ്മൾ ഇങ്ങനെയാ കാണുന്നത്, അമരത്ത് താൻ തലകണ വെച്ച് താൻ കിടന്നുറങ്ങുകയായിരുന്നു. ആ ഉറങ്ങിയ യേശുവാണ് എഴുന്നേറ്റ് വന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ചത്. ഉറക്കം ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസ് കുറച്ച് കാലങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കി. ഇതിനു മുന്നേ ഞാൻ ഒരിക്കലും ഉറക്കം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്, വചനത്തിൽ നിന്നുമാണ് പറയുന്നത്. ഉറക്കം വളരെ അത്യാവശ്യം. നെവർ കോംപ്രമൈസ് ഓൺ യുവർ സ്ലീപ്പ്. പല രോഗങ്ങളുടെയും കാരണം ഉറക്കമില്ലായ്മ, പല പ്രശ്നങ്ങളുടെയും കാരണം ഉറക്കമില്ലായ്മ, പല സ്ട്രെസ്സിന്റെയും കാരണം ഉറക്കമില്ലായ്മ, പല ടെൻഷന്റെയും കാരണം ഉറക്കമില്ലായ്മ. അതുകൊണ്ട് ഉറക്കത്തെ ക്രമീകരിക്കണം. യു ഷുഡ് ഡിസിപ്ലിൻ യുവർ സ്ലീപ്പ്. ഞാൻ വീണ്ടും പറയാം, 7ാമത് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇന്നും 100% ഞാൻ ബെസ്റ്റ് ആയിട്ടില്ല. നിങ്ങളോടൊപ്പം ഞാനും ആകുവാനായിട്ട് ആഗ്രഹിക്കുക. പക്ഷെ ആ ഉറക്കം, യേശു തന്നെ ഉറക്കത്തെ ഒരു അനുഗ്രഹമായിട്ടാണ്. ഉറക്കം എന്ന് വെച്ചാൽ പകല് കിടന്ന് ഉറങ്ങുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, ഏതു നേരം ഉറങ്ങുന്ന കാര്യമല്ല പറയുന്നത്. പക്ഷെ രാത്രി ഉറങ്ങണം. ഉറക്കം അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ഒരു സെറ്റ് ഓഫ് ഒരു ഇത്ര മണിക്കൂർ, 7-8 മണിക്കൂറിന്റെ ഉറക്കം ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവർ. ആ ഉറക്കം നമ്മുടെ ശരീരത്തിന് കിട്ടുമ്പോൾ അത് ആത്മാവിനെയും ബലപ്പെടുത്തും. ശരീരം ബെസ്റ്റായിട്ട് ഇരുന്നാലേ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഉറക്കം ഒരു ഇമ്പോർട്ടന്റ് ഡിസിപ്ലിൻ. സോ 7 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. 1ാമത്തെ കാര്യം കൊടുക്കുക എന്ന ഡിസിപ്ലിൻ. 2, പ്രാർത്ഥിക്കുക എന്ന ഡിസിപ്ലിൻ, എല്ലാ ദിവസവും വ്യക്തിപരമായ പ്രാർത്ഥന. 3ാമത്തെ കാര്യം ക്ഷമിക്കുക. എല്ലാ ദിവസവും ആരോട് എന്തെല്ലാം പ്രയാസം ഉണ്ടായാലും അന്ന് തന്നെ ഉറങ്ങുന്നതിന് മുമ്പേ അത് ക്ലിയർ ചെയ്തിരിക്കണം, ക്ഷമിച്ചിരിക്കണം. 4, ഉപവാസം. 5, ദൈവവചന വായന. 6, ആദ്യം ദൈവരാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കണം. 7, ഉറക്കം. ഇതിനകത്ത് കൊടുക്കുന്നതും ഉപവാസവും ആഴ്ചയിൽ 1 ദിവസം ആക്കിയാൽ മതി. എന്നാൽ
അപ്പോൾ തന്നെ ഉപവാസം നിങ്ങളിപ്പോ ഒരു 40 ദിവസം ഉപവസിക്കുക, അല്ലെ 100 ദിവസം ഉപവസിക്കുക, എല്ലാ ദിവസവും ഉപവസിക്കുക, അത് വേറെ. പക്ഷെ ഒരു ഡിസിപ്ലിനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവസിക്കുകയാണ് വളരെ നല്ലതായിരിക്കും. കൊടുക്കുന്നത് എല്ലാ ആഴ്ചയിലും അത് മാറ്റിവെക്കും. ഇത് രണ്ടും ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ ബാക്കി 5 കാര്യങ്ങളും എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. പ്രാർത്ഥന, ക്ഷമിക്കുക, ദൈവവചന വായന, അപ്പോൾ തന്നെ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതായത് ആദ്യത്തെ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളത് എല്ലാ ദിവസവും. അപ്പോൾ തന്നെ ഉറക്കം എല്ലാ ദിവസവും. ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും കൂടെയാണ് ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിക്കുന്നത്. ഇതൊന്നിനും മൂഡ് വരത്തില്ല, ഞാൻ ഉള്ള കാര്യം പറയാം. ഇത് ചെയ്യാനായിട്ടൊന്നും പ്രത്യേക മൂഡും ഒന്നും വരത്തില്ല. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ബ്രദറെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ഭയങ്കര മൂഡ് വരുമോ? ഇല്ല, വരത്തില്ലെന്നേ. അതുകൊണ്ട് അതിന്റെ പേര് ഡിസിപ്ലിൻ എന്ന് വെച്ചിരിക്കുന്നു. അപ്പൊ ബ്രദറിന് നിരാശയോ ഉണ്ടാകത്തില്ലേ? ആകും. നിരാശ ഉണ്ടാകുമ്പോഴാണ് പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യം. നിരാശ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോൾ നിരാശ പിന്നെയും കൂടും. അതാണ് ജ്ഞാനം. ഈ പറഞ്ഞ 7 കാര്യങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ജയത്തിന് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുത്തു. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. സ്ഥാപനത്തിന്റെ അച്ചടക്കത്തെ സ്ഥാപനത്തിൽ നടത്തിക്കാൻ ആൾക്കാരുണ്ട്. ഒരു സ്കൂളിന്റെ അച്ചടക്കത്തെ സ്കൂളിൽ നടത്തിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അച്ചടക്കത്തെ നടത്തിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വ്യക്തിപരമായ ജീവിതത്തിൽ മിക്കവാറും 95% ആൾക്കാർക്കും ഡിസിപ്ലിൻ ഇല്ലാതെ പോകാനുള്ള കാരണം. എന്നാൽ വാടുന്ന ഒരു കിരീടത്തിൽ, ഈ ഭൂമിയിലുള്ളവർ വാടിപ്പോകുന്ന ഒരു കിരീടത്തിന് വേണ്ടി അത്രമാത്രം അവര് ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ ശരീരത്തെ അവര് ദണ്ഡിപ്പിച്ച് അവര് ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിങ്ങളും ഞാനും എത്ര അധികം വാടാത്ത കിരീടം പ്രാപിക്കാനുള്ള നമ്മൾ എത്ര അധികം ഈ ഭൂമിയിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിതം. ഞാനൊരു കാര്യം പറയാം. ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ബന്ധനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു ജീവിതത്തെ പിശാച് ബന്ധിക്കുമ്പം ഇങ്ങോട്ടും പോകാൻ മേല, ഇങ്ങോട്ടും പോകാൻ മേല. ആര് രക്ഷിക്കും? ഇവര് രക്ഷിക്കുവോ? അവര് രക്ഷിക്കുവോ? ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കാവോ? അവരെ വിളിച്ച് പ്രാർത്ഥിക്കാവോ? ആര് ചെയ്യും? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യം പറയാം. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മേളിൽ തന്നെ ഇമ്പോസ് ചെയ്യുന്ന, അതുകൊണ്ടാണ് അതിന്റെ പേര് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ 9 ഫലത്തിൽ ഒരു ഫലം സെൽഫ് കൺട്രോൾ. ഞാൻ തന്നെ എന്നെ കൺട്രോൾ ചെയ്യുക. എന്റെ ജീവിതത്തിൽ അനുദിനം ഞാൻ ചെയ്യേണ്ടിയ ചിലത് എനിക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും, എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹമില്ലെങ്കിലും ഞാൻ അത് ചെയ്തിരിക്കും. ദൈവവചനം എന്നോട് എന്ത് ചെയ്യാൻ പറയുന്നോ, യേശു എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, അത് എന്റെ നന്മയ്ക്കാ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. പ്രാക്ടീസ് ചെയ്യാനാണ് ഡിസിപ്ലിൻ. അച്ചടക്കം അതിന് അത്യാവശ്യം. അതുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വീഴ്ച വരത്തില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ അനുദിനം വളർത്താൻ, നമ്മളെ ഓരോ സ്റ്റെപ്പിലും നമ്മളെ ഗൈഡ് ചെയ്യാൻ.